ഹായ് ഓൾ. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് പുതിയ SCERTയിലെ 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ്. അപ്പം ഒരുപാട് പോയിൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു ചാപ്റ്ററാണിത്. നമുക്ക് തുടങ്ങാം. ഭൂമിയുടെ 2 ഭാഗവും സമുദ്രമാണ്. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഭൂമിയുടെ 2 ഭാഗവും സമുദ്രമാണ്. സമുദ്രങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. സമുദ്രമൊഴികെയുള്ള ഭൂമിയുടെ ഭാഗം എന്തുവാണ്? കരയാണ്. സമുദ്രങ്ങളെപ്പോലെ കരഭാഗങ്ങൾ തമ്മിൽ ചേർന്നല്ല സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ വിളിക്കുന്നതാണ് ഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ വൻകരകൾ, കോണ്ടിനെൻറ്റ്സ്. അതായത് വിശാലമായ കരയുടെ ഭാഗങ്ങളെ കരയുടെ കഷ്ണങ്ങൾ എന്ന അർത്ഥത്തിൽ വിളിക്കുന്നതാണ് നമ്മൾ വൻകരകൾ എന്ന് പറയുന്നത്. ഇനി വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരയുടെ ഭാഗമാണ് ഭൂഖണ്ഡം. അതായത് വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗമാണ് ഭൂഖണ്ഡം. ഉയരമേറിയ പർവ്വതങ്ങൾ, വിശാല സമതലങ്ങൾ, വിസ്തൃതമായ മരുഭൂമികൾ, പീഠഭൂമികൾ മുതലായ പല ഭൂരൂപങ്ങളും ഭൂഖണ്ഡങ്ങളിൽ കാണാൻ സാധിക്കും. ലോകത്തിലെ പ്രധാന ഭൂഖണ്ഡങ്ങളാണ് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ എന്നിവ. അതേപോലെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യയാണ്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏഷ്യയാണ്. ഇനി നമുക്ക് ഉപഭൂഖണ്ഡം എന്താണ് എന്നുള്ളത് നോക്കാം. ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി ഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ വിശേഷിപ്പിക്കുന്നതാണ് ഉപഭൂഖണ്ഡങ്ങൾ എന്നത്. അതായത് സബ് കോണ്ടിനെൻറ്റ്സ്. എന്താണ് പറഞ്ഞത്? ഭൂഖണ്ഡങ്ങളിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ഉപഭൂഖണ്ഡങ്ങൾ. വിഭിന്നമായ ഭൂമിശാസ്ത്ര സാംസ്കാരിക ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് PYQ ഒക്കെ ആയിട്ട് കുറേ പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പ്രധാന രാജ്യങ്ങൾ. ഇതിപ്പോൾ അതിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ, ഉൾപ്പെടാത്ത രാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് രാജ്യങ്ങളെ നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണേ. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലദ്വീപ്. ഒന്നും കൂടെ. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലദ്വീപ്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കണം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ബൃഹത്തായ പരിസ്ഥിതി വൈവിധ്യവും കൃത്യമായി നിർവചിക്കപ്പെട്ട ഭൗമ അതിർത്തികളും ഉണ്ട്. ഇനി നമുക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗം ഹിമാലയ പർവ്വതമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഹിമാലയ പർവ്വതം, അതേപോലെ കിഴക്ക് ഭാഗത്ത് എന്താണ്? അരക്കൻ പർവ്വതനിരകളാണ്. പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത് ഹിന്ദുക്കുഷ് പർവ്വതനിര, അതേപോലെ തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇനി പാമീർ പീഠഭൂമി എന്താണെന്ന് അറിയാമോ? ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നതാണ് പാമീർ പീഠഭൂമി. ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്ക് ഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറിട്ട് നിർത്തുന്ന ഭൂവിഭാഗമാണ് പാമീർ പീഠഭൂമി എന്ന് പറയുന്നത്. പിന്നെന്താണ്? ടിയാൻ ഷാൻ, കാരക്കോറം, കുൺലൂൺ, ഹിന്ദുക്കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനവും ഏതാണ്? പാമീർ പീഠഭൂമിയാണ്. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾക്കൊള്ളുന്ന ഭൂമിശാസ്ത്ര പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹിമാലയ പർവ്വതം, ഫലഭൂയിഷ്ഠവും വിശാലവുമായ സമതലങ്ങൾ, പീഠഭൂമികൾ, വൻനദികൾ. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾക്കൊള്ളുന്ന ഭൂമിശാസ്ത്ര പ്രത്യേകതകളാണ് ഹിമാലയ പർവ്വതം, ഫലഭൂയിഷ്ഠവും വിശാലവുമായ സമതലങ്ങൾ, പീഠഭൂമികൾ, വൻനദികൾ എന്നിവ. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് എന്തെല്ലാമാണെന്ന് നോക്കാം. ഉന്നതമായ പർവ്വത ശിഖരങ്ങൾ, വിശാലമായ സമതലങ്ങൾ, മരുഭൂമി പ്രദേശങ്ങൾ, കാഠിന്യമേറിയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമി പ്രദേശങ്ങൾ, തീരസമതലങ്ങൾ, ദ്വീപുകൾ എന്നിവ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നവയാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹിന്ദുക്കുഷ് പർവ്വതനിര. അതെവിടെയാണ്?
പാകിസ്ഥാനിലാണ്. ഹിന്ദുക്കുഷ് പർവ്വതനിര എവിടെയാണ്? പാകിസ്ഥാനിലാണ്. അതാണെങ്കിൽ ഹിമാലയ പർവ്വതനിര ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ 3 ഭാഗങ്ങളിലോട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. ഹിമാലയ പർവ്വതനിര എവിടെയൊക്കെയുണ്ട്? ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ച് കിടക്കുകയാണ്. ഇനി നമുക്ക് അതേപോലെ തന്നെ ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും ഈ പർവ്വത മേഖലകളിലാണ് ഉള്ളത്. ഇനി ഉപദ്വീപ് എന്താണെന്ന് നോക്കാം. സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്നതും 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണുന്നതുമായ ഭൂഭാഗമാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. എന്താണ് ഉപദ്വീപ്? സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്നതും 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണുന്നതുമായ ഭൂഭാഗമാണ് ഉപദ്വീപ് എന്ന് പറയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഭൂഭാഗമാണ് ഇന്ത്യൻ ഉപദ്വീപ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഭൂഭാഗമാണ് ഇന്ത്യൻ ഉപദ്വീപ്. നമ്മൾ ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയത്തില്ലേ, അതെന്താണെന്നാണ് ഈ പറയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന ഭൂഭാഗമാണ് ഇന്ത്യൻ ഉപദ്വീപ്. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഉത്തര മഹാസമതലം. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്ക് ഭാഗമാണ് ഉത്തര മഹാസമതലം. ഇനി നമുക്ക് ഭൂഖണ്ഡം, ഉപഭൂഖണ്ഡം, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഭൂഖണ്ഡം എന്ന് പറഞ്ഞത് എന്താണ്? വിശാലമായ കരയുടെ ഭാഗമാണ്, വലിപ്പം കൂടുതലാണ്, വ്യത്യസ്ത ഭൂപ്രകൃതി ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു, അതേപോലെ തന്നെ പ്രകൃതിദത്ത അതിർത്തികളാൽ വേർതിരിക്കപ്പെടുന്ന ഭൂഭാഗമാണ്. അപ്പോൾ ഭൂഖണ്ഡങ്ങളുടെ പ്രത്യേകതകളാണ് നമ്മളിപ്പം പറഞ്ഞത്. അതേപോലെ ഉപഭൂഖണ്ഡത്തിൻ്റെ പ്രത്യേകത നോക്കാം. വിശാലമായ ഭൂഖണ്ഡഭാഗം, വലിപ്പം കുറവ്, വ്യത്യസ്തമായ ഭൂപ്രതിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു, പ്രകൃതിദത്ത അതിർത്തികളാൽ വേർതിരിക്കപ്പെടുന്ന ഭൂഭാഗം. അപ്പോൾ